ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. എസെക്കിയേൽ 18:32. ദൈവം ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്നില്ല. നമ്മൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യണം. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൽ നിന്നും നാം അകന്നു പോകുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ദൈവത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തി ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, പ്രത്യാശയുണ്ട്. നമ്മൾ മരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ജീവിക്കണം, ദൈവത്തിന് വേണ്ടി നാം ജീവിക്കണം. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് ദൈവം ഭൂമിയിലേക്ക് കടന്നു വന്നത്. പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി നമ്മുടെ ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം, നമുക്ക് ജീവിക്കാം. യേശുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.